നമസ്കാരം, അർലിനാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നും യൂത്തായിട്ടും ചുറുചുറുക്കോടെയും ഇരിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയോട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കുറച്ച് ഹാബിറ്റ്സുകളെ കുറിച്ചാണ്. അതായത് നമുക്ക് പെട്ടെന്ന് പ്രായമാവി പോകുന്നുള്ള കുറച്ച് കാരണങ്ങളെ കുറിച്ചാണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്ന് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നമ്മുടെ മമ്മൂട്ടിനെ പോലെയൊക്കെ എന്നും 10-60 വയസ്സായാലും നല്ല ചുറുചുറുക്കോട് കൂടി ഇരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ വീഡിയോ കാണുന്നത്, തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് തീർച്ചയായിട്ടും ഉപകരിക്കുന്നതായിരിക്കും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നും നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമുക്ക് ഒരുപാട് സ്ട്രെസ് കാര്യങ്ങളുണ്ടാകും. അതായത് ജോലി ചെയ്യുന്നിടത്താണെങ്കിലും കണ്ടിന്യൂസ് വർക്കിൻ്റെ സ്ട്രെസ് ഉണ്ടാവും, പഠിക്കുന്നവർക്കാണെങ്കിലും ഒരുപാട് പഠിത്തത്തിൻ്റെ സ്ട്രെസ് കാര്യങ്ങളുണ്ടാകും. ഒരുപാട് സ്ട്രെസ് ഇങ്ങനെ നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് പ്രായം കൂടുന്നതിന് അല്ലെങ്കിൽ പെട്ടെന്ന് ഏജിനിങ് ആവുന്നതിന് കാരണമാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുവാണെങ്കിലും അതുപോലെ ജോലി ചെയ്യുവാണെങ്കിലൊക്കെ നിങ്ങൾ ഇടയ്ക്കൊരു ഇന്ന് ടോട്ടലി ഒന്ന് ബ്രേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒന്ന് പുറത്ത് പോയി എൻജോയ് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ദിവസം നിങ്ങൾ ടോട്ടലി ലീവ് എടുത്തൊന്ന് ഫുൾ നിങ്ങളുടെ മൂഡൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ഫുൾ ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ആ ഒരു സ്ട്രെസ് കുറയുന്ന വഴി തന്നെ നിങ്ങളുടെ പ്രായം പെട്ടെന്ന് കൂടി പോകുന്നതിന് നമുക്ക് തടയിടാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരുപാട് പഠിത്തമാണെങ്കിലും ജോലിയാണ്, പലർക്കും ഉറക്കം പ്രോപ്പറായിട്ട് ലഭിക്കുന്നില്ല. ഏറ്റവും നല്ല രീതിക്ക് നല്ല സ്ലീപ്പ് കിട്ടുന്ന തീർച്ചയായിട്ടും നമ്മുടെ പ്രായത്തെ പിടിച്ചു നിർത്തുന്നതിനും നമ്മുടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിനും തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രാത്രി മാക്സിമം കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഉറങ്ങുക എന്ന് പറഞ്ഞാലും നല്ല സ്ലീപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റൂമിൽ വന്ന് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഒരുപാട് ഒച്ചയും വെളിച്ചവും ഉള്ളടത്ത് കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് അതൊരു പ്രോപ്പർ ഉറക്കമാവില്ല, നമ്മുടെ ബോഡിക്ക് ഒരു ഹെൽത്ത് കിട്ടുന്നുള്ള ഒരു ഉറക്കമാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അവിടെ തന്നെ നിങ്ങൾ നല്ല സന്തോഷിച്ച് സുഖകരമായി കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ബോഡിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതാണ്. നിങ്ങളുടെ പ്രായത്തെ തന്നെ കൂടി പോകുന്നതിനെ പിടിച്ചു നിർത്തുന്നതിന് ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന കാര്യമാണ്. നമുക്കറിയാം, ഈ ഒരുപാട് എഴുത്തുകാരൊക്കെ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയിട്ട് അവർക്ക് പെട്ടെന്ന് മുടിയൊക്കെ തരച്ച് താടിയൊക്കെ നരച്ച് ആകെ വയസ്സായി പോകുന്ന കാണാൻ സാധിക്കും. അത് നമ്മുടെ അവസ്ഥ തന്നെയാണ്. ഒരുപാട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രായം കൂടി പോകുന്നതിന് കാരണം. അതുകൊണ്ട് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു പരിപാടി നിങ്ങൾ നിർത്താനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുക, ഇന്നത്തെ ലൈഫിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ വണ്ണമൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കാര്യങ്ങൾ വരുവാണ്, അപ്പോൾ പെട്ടെന്ന് വണ്ണം കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര ഹെവി ഡയറ്റ് കാര്യങ്ങളെടുത്ത് ഹെവി എക്സസൈസ് ചെയ്ത് പെട്ടെന്ന് വണ്ണം കുറയ്ക്കും. ആ ഒരു ശീലം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രായം പെട്ടെന്ന് കൂടി പോകുന്നതിന് കാരണമാകും. അതായത് നമുക്ക് പെട്ടെന്ന് വണ്ണം കുറയും. അതായത് ഹെവി വർക്കൗട്ട് ചെയ്ത് ഹെവി ഡയറ്റൊക്കെ ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് വണ്ണം കുറച്ച് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ ബോഡി അതിന് അനുവദിക്കില്ല നിങ്ങളെ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഈ പറഞ്ഞ പ്രായം കൂടുതൽ കാരണം. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എക്സസൈസ് ചെയ്തോ നല്ല കാര്യമാണ്, പക്ഷെ അതൊരു നിങ്ങളുടെ ബോഡിക്ക് ഇതാവുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്നും ഒരേ ലെവലിൽ കൊണ്ടുപോകുന്ന രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫുഡ് ഡയറ്റ് എടുക്കുകയാണെങ്കിലും അതേപോലെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു രീതിക്ക്, ഒരുപാട് മാക്സിമത്തിലേക്ക് പോകാതെ നിങ്ങൾക്ക് ബാലൻസ് ആയിട്ട് എന്നും കൊണ്ടുനടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡയറ്റ് കാര്യങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ പെട്ടെന്ന് വണ്ണം കുറച്ചിട്ട് പിന്നെ വണ്ണം കൂട്ടുന്ന ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായം പെട്ടെന്ന് കൂടി പോകുന്നതിനും കാരണമാകും. അടുത്തൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇന്നിപ്പം സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും ടി വിയിൽ നോക്കിയാലും എവിടെ നോക്കിയാലും കുറേ ക്രീമുകളുടെ പരസ്യം. അതായത് നിങ്ങൾക്ക് പ്രായമാവാതിരിക്കാനുള്ള ഒരുപാട് ക്രീമുകൾ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ പരസ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് യൂട്യൂബ് ചാനലിലൂടെ പലരും പല പ്രൊഡക്റ്റുകളും പരിചയപ്പെടുത്താറുണ്ട്. അപ്പം ഈ പറയുന്ന പ്രൊഡക്റ്റുകളെല്ലാം വാങ്ങി ഉപയോഗിക്കുന്ന വെറും മണ്ടത്തരമാണ്. നിങ്ങളുടെ ആ ഒരു സ്വഭാവമേ നിങ്ങൾ നിർത്തുക. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇപ്പം നമുക്കറിയാം, പുറത്തോട്ടിറങ്ങുമ്പോൾ നല്ല വെയിൽ കാര്യങ്ങളുണ്ട്, നല്ല സൺക്രീം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അല്ലാതെ പലരും പറഞ്ഞു തരുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാകും, അതെല്ലാം നിങ്ങൾ കയറി പരീക്ഷിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാകുള്ളൂ. കണ്ട എല്ലാ ക്രീമുകളും വാരി കോരി വെച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് പ്രായമാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത ക്രീം കാര്യങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഒരു സൺക്രീമൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേഷ്യലൊക്കെ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയ ചില പ്രൊഡക്റ്റുകൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഫേസ് ഒക്കെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാനായിട്ട് പറ്റും. അങ്ങനെ ക്രീമുകൾ യൂസ് ചെയ്യുക. അല്ലാതെ ഒരുപാട് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ക്രീമുകളും വാരിക്കോരി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് പ്രായമാവുന്നതിനും മാത്രമാണ് കാരണമാവുള്ളൂ. അടുത്തൊരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുകവലി എന്ന് പറയുന്നത്, പുകവലി നമുക്ക് പെട്ടെന്ന് പ്രായമാവുന്നതിന് കാരണമാവുന്ന ഒരു ശീലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുകവലി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇത് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ വലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പുകവലി എന്ന് പറയുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിർത്താനായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ പ്രായം പെട്ടെന്ന് കൂടി പോകുന്നതിന് കാരണമാകും. നിങ്ങൾ പെട്ടെന്ന് വയസ്സിനും അപ്പൂപ്പിനും രോഗിയൊക്കെ ആക്കി മാറ്റുന്നതിന് പുകവലി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പുകവലി പോലുള്ള കാര്യങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ
കുറച്ച് നല്ല ശീലങ്ങൾ, അതായത് ജോലിയൊക്കെ തിരക്കിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചെറിയ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ, അതായത് ഒരു ബ്രേക്ക് എടുത്ത് നല്ല മെഡിറ്റേഷൻ, യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രായത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭംഗിയൊക്കെ പിടിച്ചു നിർത്താനും തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും. നമുക്ക് എല്ലാവർക്കും പറയാം പ്രായം കൂടുന്തോറും നമ്മുടെ ഭംഗി കുറഞ്ഞു വരും. അപ്പോൾ എന്നും യൂത്ത് ആയിട്ട് നിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും എന്തൊരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ സിമ്പിൾ കാര്യങ്ങളാണ്, പലരും ചെയ്യുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങളുടെ പ്രായമായി പോകുന്നു, നിങ്ങളുടെ ഭംഗി കുറഞ്ഞു പോകുന്നതിനൊക്കെ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കുന്നതാണ്. മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണാൻ പ്രതീക്ഷയോടെ ബൈ ഗൈസ്.